ശക്തമായ ജനാധിപത്യത്തിന് പേരുകേട്ടതാണ് നമ്മുടെ കേരളം. ജനങ്ങൾ അവരുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുകയും ചർച്ചകളിലൂടെയും വോട്ടുകളിലൂടെയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുപ്പും ഈ സംവിധാനത്തിൽ പ്രധാനമാണ്. ഭാവി രൂപപ്പെടുത്തുന്നതിൽ എല്ലാവർക്കും അഭിപ്രായം പറയാൻ ജനാധിപത്യം അനുവദിക്കുന്നു. സ്വേച്ഛാധിപത്യം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഈ സംവിധാനത്തിൽ ഒരു വ്യക്തിയോ ഒരു ചെറിയ ഗ്രൂപ്പോ എല്ലാ അധികാരവും കൈവശം വയ്ക്കുന്നു. നേതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. പൊതുനിർദ്ദേശമില്ലാതെ സ്വേച്ഛാധിപതിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പ്രതിഷേധങ്ങളും വിമർശനങ്ങളും പലപ്പോഴും അനുവദനീയമല്ല. അഭിപ്രായ വ്യത്യാസത്തിനോ മാറ്റത്തിനോ ഇടമില്ല. രാഷ്ട്രീയ അവബോധത്തിൻ്റെയും സജീവ പങ്കാളിത്തത്തിൻ്റെയും നാടായ കേരളം സ്വേച്ഛാധിപത്യമായി മാറുകയാണെങ്കിൽ സങ്കല്പിക്കുക, ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും. ചർച്ചകളില്ലാതെ നിയമങ്ങൾ ഉണ്ടാകാം. പ്രതിഷേധങ്ങൾ നിശബ്ദമാക്കപ്പെട്ടേക്കാം. മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതായേക്കാം. പദ്ധതികൾ വേഗത്തിൽ നിർമ്മിക്കാമെങ്കിലും ജനങ്ങൾക്കും പരിസ്ഥിതിക്കും എന്ത് വിലയാണ് നൽകേണ്ടത്? ഈ ചിന്താ പരീക്ഷണം ഈ സാധ്യതകൾ പരിവേഷണം ചെയ്യുന്നു. ഒരു സ്വേച്ഛാധിപത്യം കേരളത്തിൻ്റെ സംസ്കാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും ദൈനംദിന ജീവിതത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് അത് ചോദിക്കുന്നു. അത്തരമൊരു സംവിധാനത്തിന് ക്രമം കൊണ്ടുവരാൻ കഴിയുമോ, അതോ കേരളത്തെ സവിശേഷമാക്കുന്ന ശക്തികളെ തന്നെ അത് ബാധിക്കുമോ? ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അധികാരം അനിയന്ത്രിതമാകുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള ഒരു മാർഗമാണിത്. കേരളത്തിൽ ഒരു സ്വേച്ഛാധിപത്യം പല വിധത്തിൽ തുടങ്ങാം. സൈന്യമോ ശക്തമായ ഒരു ഗ്രൂപ്പോ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു അട്ടിമറിയാണ് ഒരു സാധ്യത. മറ്റൊരു സാഹചര്യം ബാഹ്യ ഇടപെടലാണ്. അവിടെ ബാഹ്യശക്തികൾ ഗവൺമെന്റിലെ മാറ്റത്തെ പിന്തുണയ്ക്കുന്നു. അടിയന്തരാവസ്ഥ അധികാര കേന്ദ്രീകരണത്തിലേക്കും നയിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ ജനങ്ങളെ എതിർക്കുന്നതിൽ നിന്ന് തടയാൻ സർക്കാർ ഭയവും നിയന്ത്രണവും ഉപയോഗിച്ചേക്കാം. കേരളം സ്വേച്ഛാധിപത്യമായി കഴിഞ്ഞാൽ നിരവധി ജനാധിപത്യ സ്ഥാപനങ്ങൾ പിരിച്ചുവിടപ്പെടും. തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾ തീരുമാനങ്ങൾ എടുക്കുന്ന നിയമസഭ ഇനി പ്രവർത്തിക്കില്ല. രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കുകയും പ്രതിപക്ഷ ശബ്ദങ്ങൾ നിശബ്ദമാക്കുകയും ചെയ്യും. ഇതിനർത്ഥം നേതാക്കളെ തിരഞ്ഞെടുക്കാനോ തീരുമാനങ്ങളെ വെല്ലുവിളിക്കാനോ ഉള്ള കഴിവ് ആളുകൾക്ക് നഷ്ടപ്പെടും എന്നാണ്. അധികാരം ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം വരേണ്യവർഗത്തിൽ കേന്ദ്രീകരിക്കും. നിയന്ത്രണങ്ങളോ ബാലൻസുകളോ ഇല്ലാതെ അവർ എല്ലാ സുപ്രധാന തീരുമാനങ്ങളും എടുക്കും. സംസ്ഥാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ഒന്നും പറയാനില്ല. ഒരു ജനാധിപത്യത്തിൽ ജനങ്ങൾ ആസ്വദിക്കുന്ന വോട്ട് ചെയ്യുന്നതും പ്രതിഷേധിക്കുന്നതും പോലുള്ള സാധാരണ സ്വാതന്ത്ര്യങ്ങൾ എടുത്തു കളയപ്പെടും. സജീവമായ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് പേരുകേട്ട കേരളം ഒരൊറ്റ നിയന്ത്രിക്കുന്ന ശക്തിയുടെ കീഴിൽ ജീവിക്കാൻ നിർബന്ധിതരാകും. ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ഒരു സ്വേച്ഛാധിപത്യത്തിന് തീരുമാനമെടുക്കൽ വേഗത്തിലാക്കാൻ കഴിയും. ഒരാൾ ചുമതല വഹിച്ചാൽ സംവാദങ്ങളോ വോട്ടിങ്ങോ ആവശ്യമില്ല. പദ്ധതികളും നയങ്ങളും വേഗത്തിൽ നടപ്പാക്കാൻ ഇത് ഇടയാക്കും. അഴിമതി കുറയ്ക്കുകയാണെങ്കിൽ ചില പ്രാരംഭ സാമ്പത്തിക വളർച്ച ഉണ്ടാകാം. വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളിലും വികസനത്തിലും ഗവൺമെന്റിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. എന്നിരുന്നാലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയ അസ്ഥിരത നിക്ഷേപകരെ ഭയപ്പെടുത്തിയേക്കാം. സ്വേച്ഛാധിപത്യം നിലനിൽക്കുമെന്നും പ്രവചനാതീതമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും അവർ ഭയപ്പെട്ടേക്കാം. കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു ജനാധിപത്യ സംവിധാനമില്ലെങ്കിൽ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാം. പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ അനാവശ്യ പദ്ധതികൾക്കായി പണം ചെലവഴിക്കാം. കേരളത്തിന്റെ ക്ഷേമ സംവിധാനവും ബാധിച്ചേക്കാം. പൊതുജനാരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും അവർക്ക് ആവശ്യമായ ശ്രദ്ധ ലഭിക്കാനിടയില്ല. ജനങ്ങൾക്ക് പകരം വരേണ്യവർഗത്തിന് പ്രയോജനം ചെയ്യുന്ന പദ്ധതികൾക്ക് സർക്കാർ മുൻഗണന നൽകിയേക്കാം. ഒരു സ്വേച്ഛാധിപത്യത്തിൽ പൊതുസംവാദത്തിനോ ഉത്തരവാദിത്വത്തിനോ ഇടമില്ല. അതിനാൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടാം. കാലക്രമേണ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാകുകയും ജനങ്ങളുടെ ജീവിത നിലവാരം കുറയുകയും ചെയ്തേക്കാം. സംവിധാനം സുസ്ഥിരമല്ലാത്തതിനാൽ ഹ്രസ്വകാല നേട്ടങ്ങൾ നഷ്ടപ്പെടും. ഒരു സ്വേച്ഛാധിപത്യത്തിൽ ജനങ്ങൾക്ക് നിരവധി സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടും. മാധ്യമങ്ങൾ നിയന്ത്രിക്കപ്പെടും. വാർത്താ ഔട്ട്ലെറ്റുകൾ സെൻസർ ചെയ്യാനും അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാനും കഴിയും. ആളുകളെ അവരുടെ അഭിപ്രായങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാൻ അനുവദിക്കില്ലായിരിക്കാം. സാംസ്കാരിക പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താം. സർക്കാരിനോട് വിയോജിക്കുന്ന ആരും ശിക്ഷിക്കപ്പെടാം. വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകളെ ലക്ഷ്യമിടാം. പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പുകൾക്ക് വിവേചനമോ അക്രമമോ നേരിടേണ്ടി വന്നേക്കാം. വിയോജിപ്പ് അനുവദിക്കില്ല. ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കാം. ഒരിക്കൽ കേരളത്തിലെ വൈവിധ്യമാർന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമൂഹം തകർന്നു തുടങ്ങും. വിവിധ സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും സമുദായങ്ങളുടെയും ഐക്യം വിഭജനവും അവിശ്വാസവും കൊണ്ട് മാറ്റിസ്ഥാപിക്കപ്പെടാം. കേരളത്തിലെ പ്രവാസികളെയും വിദേശത്ത് താമസിക്കുന്ന ജനങ്ങളെയും ബാധിക്കും. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന നിരവധി കേരളീയർ സ്വേച്ഛാധിപത്യത്തിനെതിരെ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട്. അവർ അവബോധം വളർത്താനും ജനാധിപത്യ പരിഷ്കാരങ്ങൾക്ക് ഊന്നൽ നൽകാനും ശ്രമിച്ചേക്കാം. തങ്ങളുടെ മാതൃരാജ്യത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അവർ സംസാരിച്ചാൽ അപകടത്തിലായേക്കാം. സംസ്ഥാനത്തെ ജീവിതത്തിന്റെ കൂടുതൽ വശങ്ങൾ ഭരണകൂടം നിയന്ത്രിക്കുന്നതിനാൽ കേരളവും ആഗോള സമൂഹവും തമ്മിലുള്ള ബന്ധം വഷളായേക്കാം. ഒരു സ്വേച്ഛാധിപത്യത്തിൽ ദ്രുതഗതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകാം. ദീർഘകാല അംഗീകാര പ്രക്രിയകൾ പിന്തുടരേണ്ട ആവശ്യമില്ലാതെ വലിയ പദ്ധതികളിലൂടെ മുന്നോട്ടു പോകാൻ സർക്കാരിന് അധികാരമുണ്ടാകും.
പുതിയ ഹൈവേകൾ, ഫാക്ടറികൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തുടങ്ങിയ മെഗാ പദ്ധതികൾ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയും. ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. വനങ്ങൾ, നദികൾ, വന്യജീവികൾ തുടങ്ങിയ കേരളത്തിലെ മനോഹരമായ പ്രകൃതി വിഭവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. സുസ്ഥിരതയെക്കുറിച്ച് ആശങ്കപ്പെടാതെ സർക്കാർ വിഭവങ്ങൾ ചൂഷണം ചെയ്തേക്കാം. സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നഷ്ടമായേക്കാം. വനനശീകരണവും മലിനീകരണവും വർദ്ധിക്കുകയും പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. പരിസ്ഥിതിയെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ആളുകൾ തിരിച്ചടിക്കാനായി ശ്രമിച്ചേക്കാം. എന്നാൽ ഒരു സ്വേച്ഛാധിപത്യത്തിൽ താഴെത്തട്ടിൽ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഏതൊരു പ്രതിഷേധത്തെയും സർക്കാർ നിയന്ത്രിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യും. ആക്ടിവിസ്റ്റുകളെയും പരിസ്ഥിതി ഗ്രൂപ്പുകളെയും നിശബ്ദരാക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാം. സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തതിനാൽ പൊതുജനങ്ങൾക്ക് കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സംവിധാനത്തിലെ നിയന്ത്രണങ്ങളുടെയും സന്തുലിതാവസ്ഥയുടെയും അഭാവം അനിയന്ത്രിതമായ വികസനത്തിലേക്ക് നയിക്കും. പരിസ്ഥിതിയിലെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കാര്യമായ പരിഗണന നൽകില്ല. ഒരു സ്വേച്ഛാധിപത്യത്തിൽ സാങ്കേതിക വിദ്യയിലും വിദ്യാഭ്യാസത്തിലും ദ്രുതഗതിയിലുള്ള പുരോഗതിക്ക് സർക്കാർ ശ്രമിച്ചേക്കാം. സംവിധാനത്തിന്മേലുള്ള നിയന്ത്രണത്തോടെ അവർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലോ സ്കൂളുകൾ മെച്ചപ്പെടുത്തുന്നതിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ഇത് ഈ മേഖലയിൽ ദ്രുതഗതിയിലുള്ള പുരോഗതിക്ക് കാരണമാകും. എന്നാൽ ഈ കാര്യക്ഷമതയ്ക്ക് ചിലവ് വന്നേക്കാം. പുതുമകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷം ചെയ്യും. അക്കാദമിക സ്വാതന്ത്ര്യമില്ലാതെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സ്വതന്ത്രമായി ചിന്തിക്കാനോ പുതിയ ആശയങ്ങൾ പര്യവേഷണം ചെയ്യാനോ കഴിഞ്ഞേക്കില്ല. പഠിപ്പിക്കുന്നതിനെ സർക്കാർ നിയന്ത്രിക്കുകയും സർഗാത്മകതയെ പരിമിതപ്പെടുത്തുകയും ചെയ്തേക്കാം. ഇത് ആളുകളെ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നതിൽ നിന്നും പുതിയ പരിഹാരങ്ങളുമായി വരുന്നതിൽ നിന്നും തടയും. ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം. ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുത്തേക്കാം. ഇത് രാഷ്ട്രീയവൽക്കരണത്തിലേക്ക് നയിച്ചേക്കാം. ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഭരണകൂടത്തെ പിന്തുണയ്ക്കാൻ ആരോഗ്യ സേവനങ്ങൾ ഉപയോഗിക്കാം. പരിചരണത്തിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം പോലുള്ള പ്രധാന പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നാണ് ഇതിനർത്ഥം. പൊതുജനാരോഗ്യം ആവശ്യമുള്ളവർക്ക് സഹായം നൽകുന്നതിനേക്കാൾ അധികാരത്തെയും നിയന്ത്രണത്തെയും കുറിച്ചുള്ളതാകാം. ഒരിക്കൽ തങ്ങളുടെ ശക്തമായ ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ അഭിമാനിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ ഈ പ്രധാന മേഖലകളിലെ തകർച്ച കണ്ടേക്കാം. ഒരു സ്വേച്ഛാധിപത്യത്തിൽ നിരവധി കേരളീയർ സർക്കാരിനെ ചേർക്കാൻ സാധ്യതയുണ്ട്. കേരളം രാഷ്ട്രീയ അവബോധത്തിന് പേരുകേട്ടതാണ്. ജനങ്ങൾ അവരുടെ അവകാശങ്ങൾക്കായി സംസാരിക്കുന്നത് പതിവാണ്. ഒരു അടിച്ചമർത്തൽ സംവിധാനത്തിൽ പോലും പ്രതിഷേധങ്ങളോ പണിമുടക്കുകളോ അണ്ടർഗ്രൗണ്ട് പ്രസ്ഥാനങ്ങളോ ഉയർന്നു വന്നേക്കാം. രഹസ്യ പ്രവർത്തനങ്ങളിലൂടെയോ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെയോ ആളുകൾ സ്വേച്ഛാധിപത്യത്തെ വെല്ലുവിളിക്കാനുള്ള വഴികൾ കണ്ടെത്തിയേക്കാം. എന്നാൽ ഏതു പ്രതിപക്ഷത്തെയും നിശബ്ദമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനാൽ ഈ പ്രതിരോധം അപകടകരമാണ്. ആഗോളതലത്തിൽ മറ്റു രാജ്യങ്ങൾ സ്വേച്ഛാധിപത്യത്തോട് പ്രതികരിച്ചേക്കാം. ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കാൻ ചിലർക്ക് വ്യാപാര നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താം. കേരളത്തിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ മറ്റുള്ളവർ പിന്തുണ വാഗ്ദാനം ചെയ്തേക്കാം. അന്താരാഷ്ട്ര സമൂഹം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. വിദേശത്ത് താമസിക്കുന്ന മലയാളികളായ കേരളീയരും ഒരു പ്രധാന പങ്കുവഹിക്കും. അവരിൽ പലരും കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ആഴത്തിൽ ആശങ്കാകുലരായിരിക്കും. അവർക്ക് സ്വേച്ഛാധിപത്യത്തിനെതിരെ സംസാരിക്കാം, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ അവബോധം വളർത്താം. ചിലർ നടപടിയെടുക്കാൻ വിദേശ സർക്കാരുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചേക്കാം. കേരളം അതിന്റെ ജനാധിപത്യപരമായ വേരുകളിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ ആഗോള മലയാളി സമൂഹം ജനാധിപത്യപരമായ പരിഷ്കാരങ്ങൾക്കായി ശ്രമിക്കും. അവരുടെ ശബ്ദങ്ങൾ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ വലിയൊരു ശക്തിയാകും. കേരളം സ്വേച്ഛാധിപത്യമായി മാറുകയാണെങ്കിൽ അതിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഒരു വ്യക്തിയോ ഒരു ചെറിയ സംഘമോ സർക്കാരിനെ നിയന്ത്രിക്കുകയും അത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. ജനങ്ങൾക്ക് സ്വതന്ത്രമായി സ്വയം പ്രകടിപ്പിക്കാനോ തീരുമാനമെടുക്കുന്നതിൽ പങ്കെടുക്കാനോ കഴിയില്ല. സമ്പദ് വ്യവസ്ഥയ്ക്ക് ഹ്രസ്വകാല വളർച്ച ഉണ്ടാകുമെങ്കിലും ദീർഘകാലത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ പൊതുസേവനങ്ങൾ കുറയുകയും അനിയന്ത്രിതമായ വികസനം പരിസ്ഥിതിയെ ബാധിക്കുകയും ചെയ്തേക്കാം. സന്തുലിതമായ വളർച്ചയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിനാൽ ജനാധിപത്യം പ്രധാനമാണ്. സംസ്ഥാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു ശബ്ദം ഉയർത്താൻ ഇത് ആളുകളെ അനുവദിക്കുന്നു. ഒരു ജനാധിപത്യത്തിൽ അധികാരം പങ്കിടുകയും സർക്കാരിനുമേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് അഴിമതി തടയാനും എല്ലാ പൗരന്മാരുടെ ആവശ്യങ്ങളും നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കാനും സഹായിക്കും. കേരളത്തിലെ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ അവബോധത്തിനും പ്രതിരോധശേഷിക്കും പേരുകേട്ടവരാണ്. തങ്ങളുടെ അവകാശങ്ങൾക്കായി നിലകൊണ്ടതിൽ അവർക്ക് സമ്പന്നമായ ചരിത്രമുണ്ട്. ഒരു സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ പോലും പ്രതിരോധത്തിന്റെ മനോഭാവം ശക്തമായി തുടരാൻ സാധ്യതയുണ്ട്. സ്വാതന്ത്ര്യത്തെയും വൈവിധ്യത്തെയും വിലമതിക്കുന്ന കേരളത്തിന്റെ സംസ്കാരം അടിച്ചമർത്താൻ പ്രയാസമാണ്. വെല്ലുവിളികൾക്കിടയിലും കേരളത്തിലെ ജനങ്ങൾ അവരുടെ ജനാധിപത്യത്തിനായി പോരാടാനും അവരുടെ ജീവിതരീതി സംരക്ഷിക്കാനുമുള്ള വഴികൾ കണ്ടെത്തിയേക്കാം. സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടം പ്രതികൂല സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും തുടരും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.